ഇതെന്നെ പറ്റി? ഒന്നുമില്ല സാറേ, ബ്ലഡ് ടെസ്റ്റ് എടുത്തോ, ഫോളിക് ആസിഡ് കുറവാണ്. ഇത്രയുള്ളൂ? അതുമല്ല അനീമിയ എന്തെങ്കിലും. നീ ഒരു കാര്യം ചെയ്താൽ മതി, അയൺ കണ്ടന്റ് കൂടുതലുള്ള എന്തെങ്കിലും കഴിച്ചോളൂ. ഒന്ന് കഴിക്കാം, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അത് ശരി, പിന്നെ എന്നാത്തിന് ഈ പിള്ളേര് ഈ 4 കൊല്ലം BSc MLT ഒക്കെ പഠിക്കുന്നത്? എന്താ പരിപാടി? BSc MLT എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ ഒരു ബാച്ചലർ ഓഫ് ഡിഗ്രി കോഴ്സാണ്. അതിനകത്ത് ആദ്യത്തെ 3 വർഷം അക്കാഡമിക്സും 1 വർഷം ഇന്റേൺഷിപ്പും. ഈ 4 വർഷം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലുകളിൽ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ, ഇതല്ലാതെ പ്രൈവറ്റ് ലാബുകൾ അല്ലാതെ സ്വന്തമായിട്ട് ലാബ് ഇട്ടിട്ടോ അവർക്ക് ജോലിയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഡോക്ടർ ഒരു രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആശ്രയിക്കുന്ന ഈ ലാബുകാരെയാണ് ടെസ്റ്റ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട്. ഇത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഒരു 10,000 രൂപ മുതൽ 25,000 രൂപ വരെ തുടക്കത്തിൽ തന്നെ ശമ്പളം കിട്ടും. ഇതുകൂടാതെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്ത് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു ഹോസ്പിറ്റലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സാലറി അതനുസരിച്ച് പോകും. ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇതിൻ്റെ അഡ്മിഷൻ LBS വഴിയാണ്. LBSന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തന്നെ 90% മുകളിലാണ്. അപ്പോൾ ഒരു 90% മുകളിലൊക്കെ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ കേരളത്തിൽ തന്നെ BSc MLTക്ക് പഠിക്കാൻ പറ്റും. ഇനി അതല്ല, പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കേരളത്തിന് പുറത്ത് കർണാടകത്തിൽ ബാംഗ്ലൂർ, മൈസൂരിലൊക്കെ ആയിട്ട് നല്ല കോളേജുകളിൽ കുറഞ്ഞ ഫീസിൽ BSc MLT പഠിക്കാം. ഈ കോളേജുകളിലൊക്കെ തന്നെ പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു ജോലിയായിട്ടാണ്. ഈ കോഴ്സുകളെ പറ്റിയോ മറ്റ് കോഴ്സുകളെ പറ്റിയോ കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗ്ലോബൽ എഡ്യൂക്കേഷനായിട്ട് കോൺടാക്ട് ചെയ്യുക.